Edmone, what's up? ഇന്നും പതിവ് പോലെ ലേറ്റായിട്ട് തന്നെയാണ് എണീച്ചത്. അതിപ്പോൾ മോർണിംഗ് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത്തിരി ലേറ്റായിട്ടാണ് എപ്പോഴും എണീക്കുക. ഇവിടെയൊക്കെ ആകെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണ്. മണ്ണൊക്കെ എടുത്ത് ചിലപ്പോൾ ആ വീട് പൊളിക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കും, അറിയില്ല. പിന്നെ രാവിലെ തന്നെ എല്ലാവരും വീട്ടിൽ കോലം വരച്ചിട്ടിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമാണ്. ആ ചാടിത്തുള്ളി പോണാണ് കല്ലുവിനിങ്ങനെ എൻ്റെ മുന്നിൽ ഇങ്ങനെ നടന്ന് ഓടി പോകാനാണ് ഭയങ്കര ഇഷ്ടം. ഇവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ വീടായിരുന്നു, അത് ഈ അടുത്താണ് പൊളിച്ചത്. അപ്പോൾ ഇത് ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു റൂട്ടാണ്. എപ്പോൾ നടക്കാനുണ്ടെങ്കിലും ഞങ്ങൾ ഈ വഴി, ചെറിയ വഴി, ഇടുങ്ങിയ വഴിയാണ് വരിക. എപ്പോഴും ചായ കുടിക്കുന്ന ഒരു ചേച്ചി, അതായത് കന്നഡക്കാരുടെ കടയാണ്, എന്നാലും നല്ല ചായയാണ്. രാവിലെ ഇവിടുത്തെ ഒരു ചായ ഇടയ്ക്കൊക്കെ വന്ന് കുടിക്കുന്ന ഒരു സുഖമാണ്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ ചേട്ടനായിട്ട് കളിയാണ്, ഭയങ്കര കളിയാണ്. ഇവിടുത്തെ ചേട്ടനായിട്ട് ഭയങ്കര കമ്പനിയാണ് പുള്ളി. നേരെ അവന് ഇഷ്ടപ്പെട്ടൊരു മിഠായി തപ്പി നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ ആ 2 മിഠായി വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ട് ആ 2 മിഠായി ഞാൻ വാങ്ങിക്കൊടുക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ ചായക്ക് പൊതുവേ നല്ല കടുപ്പമായിരിക്കും. നല്ലോണം തേയിലയിട്ട് തിളപ്പിച്ചായിരിക്കും നമുക്ക് തരിക. ആ ഒരു ചായ ഞാൻ രാവിലെ കുടിക്കും. ചായ അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ചായ ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഇതാണ് നമ്മുടെ പരിസരം. അത്യാവശ്യം ഡീസൻ്റാണ്, കുഴപ്പമില്ല. എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ് പെരുമാറുന്നത്. ഇത് പിന്നെ നമ്മുടെ നാട്ടിലെ മാതിരിയല്ല, ഫുൾ മുട്ട കിട്ടും. ഇന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്താണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പകുതി മുട്ടയല്ലേ കിട്ടത്തുള്ളൂ. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ആ സ്ഥിതിക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോവാന്നും കൂടി കരുതി. നല്ല വിശപ്പുണ്ടായിരുന്നു. സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേണ്ടേ കല്ലു ആ വെള്ളത്തിലൊക്കെ ചാടി തുള്ളി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ പിള്ളേരെയും കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അത്ര ടെൻഷൻ അടിക്കേണ്ട. കാരണം വണ്ടിയൊക്കെ വരുന്നത് ഇത് മെയിൻ റോഡിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള ചെറിയ ചെറിയ വഴികളായതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് പുറകിൽ നിന്ന് മുന്നിൽ നിന്ന് വണ്ടി വരും, അവരെ ഇടിക്കും എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. കാരണം അത്രയും കെയർഫുള്ളായിട്ടാണ് ഇവിടെയുള്ള ആളുകൾ വണ്ടി ഓടിച്ച് ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുന്നത്. സ്ട്രീറ്റിൻ്റെ ഉള്ളിലൂടെ പോകുന്നവരെല്ലാവരും മിക്കവരും വളരെ സ്ലോ ആയിട്ടൊക്കെ ആയിരിക്കും പോവുക. കാരണം കുട്ടികളൊക്കെ ഇതിലെ പോകുന്നു എന്നുള്ളൊരു ശ്രദ്ധ കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റാണ് ബാംഗ്ലൂരിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. അപ്പോൾ അതേ ഞങ്ങൾ ഏതോ ഒരു മലയാളി കടയിലാണ് എത്തിക്കുന്നത്. എന്തായാലും വേണ്ടിയില്ല, അപ്പവും മുട്ടയും കഴിച്ചിട്ട് തന്നെയെന്ന് കരുതിയിട്ട് ഞാൻ അപ്പവും പറഞ്ഞു, കല്ലു ഇടിയപ്പവും പറഞ്ഞു. എന്നിട്ട് എൻ്റെ അപ്പം വാങ്ങി. ഇപ്പോൾ എൻ്റെ അപ്പം വാങ്ങി പുള്ളി കഴിക്കുവാണ്. ഞാൻ മുട്ട റോസ്റ്റിന് കുറച്ച് എരിവുള്ളത് കൊണ്ട് അവന് സാമ്പാറാണ് വെച്ചു കൊടുത്തത്. സാമ്പാർ ഇട്ടിട്ട് തന്നെ അവൻ ആ ടേസ്റ്റ് പിടിച്ചില്ല. അപ്പവും ഒരു കാശിന് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ വിശപ്പ് മൂലം അങ്ങ് കഴിച്ചു. ഭയങ്കര എരിവായിരുന്നു, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പൈസ പോയി എന്ന് തന്നെ വിചാരിച്ചു. ചായ ആണെങ്കിൽ പാലൊന്നും ഇല്ലാതെ ഒരു വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലത്തെ ചായ കൂടി അങ്ങനെ ബോറായിപ്പോയി. കല്ലൂനും അത്ര ഇഷ്ടമൊന്നും ആയില്ല. പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങി. അവിടുന്ന് ഇറങ്ങി ഇതാണ്ട് പോണ വഴി നല്ലൊരു അടിപൊളി ട്രാക്ടർ കണ്ടു. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ, അതായത് എറണാകുളം ഭാഗത്തൊക്കെ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ട്രാക്ടറൊന്നും. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം അതിനൊക്കെ നല്ല പുതിയ പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയിലൊക്കെ ഉണ്ടായിരുന്നു. കല്ലുവിനെയും ഞാൻ കാട്ടിക്കൊടുത്ത്. പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്ന സമയമാണ്. കല്ലു ഫോൺ തന്നേ പറ്റത്തുള്ളൂ, എനിക്ക് വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായി. ഞാൻ എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് കൊണ്ടുപോയി. ഇതാണ് നമ്മൾ സാധാരണ ചെടി വാങ്ങുന്ന ഇടം. ഇവിടെയാണ് സാധാരണ ചെടി വാങ്ങുക. അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മൾ വീടെത്തിക്കഴിഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.